ഡിയർ ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്തെ അപകടം ഉണ്ടായത് മുതൽ ബസ് അപകടം ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ചാനലിലിരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ ആക്സിഡൻറ്റുകൾ കുറയ്ക്കാൻ നമുക്ക് ചെറിയ ഒരു 8-10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു 10, 50, 60% ആക്സിഡൻറ്റുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കുറ്റിപ്പുറത്തെ ആക്സിഡൻറ്റ് ഉണ്ടായതുപോലെയുള്ള ഹൈവേകളിൽ ഫാസ്റ്റ് ട്രാക്കിലുള്ള ബസ്സുകളുടെയും ലോറികളുടെയും അതുപോലെ ചെറുവണ്ടികളുടെയും ഓടുന്നത്. അത് മാറ്റിയാൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു ശതമാനം ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാൻ പറ്റും. കാരണം ഈ ഹെവി വെഹിക്കിൾസ്, അതായത് ലോറി, ബസ്, ഈ രണ്ടെണ്ണം ഫാസ്റ്റ് ട്രാക്കിൽ കയറി ഓടിയാൽ നമ്മുടെ ഇവിടുത്തെ ഡിവൈഡർ, അതായത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഡയറക്ഷനിൽ ഓടുന്ന രണ്ട് റോഡിൻ്റെ ഡിവൈഡർ വളരെ ചെറുതാണ്. ഈ ഹെവി വെഹിക്കിൾ ബൈ ചാൻസ് ഡ്രൈവർ ഒന്ന് ഉറങ്ങിപ്പോയാൽ ഈ ഡിവൈഡറിൽ തട്ടിയാൽ ഈ വണ്ടി ഡിവൈഡർ ഇടിച്ച് അപ്പുറത്തെ ഫാസ്റ്റ് ട്രാക്കിൽ കയറി ചെല്ലും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നത് അപ്പുറത്തെ വണ്ടിയായിട്ട് കൂട്ടിയിടിക്കേണ്ടത് വരും. ഇപ്പം ഈ കുറ്റിപ്പുറത്തെ അപകടത്തിൽ ഇത് സർവീസ് റോഡിലോട്ട് പോയതുകൊണ്ട് അപ്പുറത്ത് വണ്ടിയില്ലായിരുന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. അപ്പം അതുപോലെ തന്നെ ചെറിയ വണ്ടികളും ഈ ഫാസ്റ്റ് ട്രാക്കിൽ കയറി ഓടുന്നത്. അത് ആ ഒറ്റ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കിയാൽ തന്നെ ഇവിടുത്തെ ഒരു 50% അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സിറ്റികളിൽ വലത്തോട്ട് തിരിയുന്നവൻ അത് വലത്തെ സൈഡിലെ ആ ട്രാക്കിലൊരു മാർക്ക് കൊടുത്താൽ മതി. ഇടത്തോട്ട് തിരിയുന്നവനെ ഒരു മാർക്ക് ഇടത്തോട്ട് ആരോ ഇട്ട് കൊടുക്കണം. ഇടത്തോട്ട് തിരിയുന്നവൻ മാത്രമേ ആ ട്രാക്കിൽ കയറാവുള്ളൂ. വലത്തോട്ട് തിരിയുന്നവൻ മാത്രമേ ആ ട്രാക്കിൽ കയറാവുള്ളൂ. അതുപോലെ നേരെ പോകേണ്ട ബസ്സുകാർ ഫസ്റ്റ് ഇടത്തെ ട്രാക്കിലോട്ട് കയറ്റി തന്നെ പിടിക്കും. ഒരു ഓട്ടോറിക്ഷ കയറ്റി പിടിക്കും. പിന്നെ ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റ വണ്ടിക്ക് പോലും പോകാൻ പറ്റില്ല. പിന്നെ ഏത് വണ്ടിക്കാരനാണോ അപകടം ഉണ്ടാക്കുന്നത് അവൻ്റെ ഇൻഷുറൻസ് ചെയ്ത് പൈസ കട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു 8-10 കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഗവൺമെൻറ് നോക്കിയാൽ കേരളത്തിലെ അപകടങ്ങൾ ഒരു 50-60% നമുക്ക് കുറയ്ക്കാൻ പറ്റും.